അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ്. അപ്പോൾ ദോശൻ്റെ മാവൊക്കെ ഒന്ന് റെഡിയാക്കി ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട്. കട്ടൻ ചായ ആദ്യം തന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ദോശ ചുട്ടെടുത്താൽ മതി. അതേപോലെ തലേന്ന് രാത്രി ഞാൻ നമ്മുടെ ഗ്രീൻ പീസിൻ്റെ കടലുണ്ടല്ലോ, അത് നല്ലപോലെ തേങ്ങ അരിച്ചിങ്ങാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറിയും ആയിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ. അങ്ങനെ ഇത് ഓരോ പേറ്ററായിട്ട് ദോശ ചുട്ടെടുക്കലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ കറണ്ട് അടുപ്പുമേൽ വേഗം കറിയൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. തലേന്ന് രാത്രി കറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഗ്രീൻ പീസ് രാവിലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ രാത്രി ഞാൻ ഗ്രീൻ പീസിൻ്റെ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അങ്ങനെ ചൂടോട് കൂടിയിട്ട് തന്നെയാണ് അവൾ ചൂടുള്ള പാൽച്ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. കൂടെ തന്നെ ദോശയും അതുപോലെ ഗ്രീൻ പീസ് തേങ്ങരച്ച് വെച്ചിട്ടുള്ള കറിയും കൂടിയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് അതിൻ്റെ ഇടയിൽ ഡ്രസ്സൊക്കെ അലക്കാനുള്ളത് വേഗം വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇതാ നമ്മളെ സിറ്റൗട്ടിൽ നല്ലപോലെ പൊടിയുണ്ട് കേട്ടോ. പൊടി മാത്രമേ ഉള്ളൂ, അല്ലാതെ കച്ചറായിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ തുടക്കം മാത്രമാണ് ചെയ്യുന്നത്, അടിച്ചാരിയിട്ടില്ല കേട്ടോ. അങ്ങനെ അടിച്ചാരാതെ ഇതാ 2-3 പ്രാവശ്യം ഒന്ന് സിറ്റൗട്ട് ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അകമൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് തുടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിൻ്റെ ഇടയിലാണ് മുറ്റത്ത് ഇപ്പോൾ പുല്ലൊക്കെ ചെത്തി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുറ്റം ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, മുറ്റൊന്നും അടിക്കാറില്ലേ എന്നുള്ളത് കേട്ടോ. അത്യാവശ്യം നല്ല പോലെ ഹൈറ്റിൽ പുല്ല് വന്നുകൊണ്ട് തന്നെ അടിച്ചുവാരലൊക്കെ നമ്മൾ കുറവാണ് കേട്ടോ. അങ്ങനെ പുല്ലും കാര്യങ്ങളൊക്കെ ചെത്തി കഴിഞ്ഞപ്പം മുറ്റം നല്ല വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഡെയിലി നമ്മൾ അടിച്ചു വാരും കേട്ടോ. അങ്ങനെ ഇതാ മുറ്റത്ത് കുറച്ച് ചമ്മലുണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ അടിച്ചുകൂട്ടി വാരി ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. അതിനിടയിൽ കുറേ ഡ്രസ്സ് അലക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ തലേന്ന്. അതുതന്നെ ആ ഡ്രസ്സൊന്നും ഉണങ്ങിയിട്ടുണ്ട്, അതും എടുക്കാനുണ്ട്. അങ്ങനെ മുറ്റടിച്ചാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം നമ്മൾ അലക്കി കഴിയുമ്പോഴേക്കും ഇവിടെ ഒഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ അതിൽ തോരയിടാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ മൊത്തം ഡ്രസ്സ് ഉണങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇട്ടാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. ഷീറ്റിൻ്റെ ആ ഒരു ചൂടുകൊണ്ടും പൊതുവേ ഇപ്പം മഴയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണങ്ങിയത് എടുത്തുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട്. ഇനി അത് മടക്കിയെടുക്കാനുള്ള ആ ഒരു ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്ത ടാസ്ക് തന്നെയാണ് കേട്ടോ. അങ്ങനെ അത് ഞാൻ അകത്ത് കൊണ്ടുപോയിട്ടിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ അലക്കി കഴിഞ്ഞത് ഒന്ന് ഉണക്കിയെടുത്തിട്ട് മുറ്റത്ത് കൊണ്ടുപോയി ചിക്കാമെന്ന് വിചാരിക്കുന്നത്. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ മുറ്റമൊക്കെ ഒന്ന് അടിച്ചാരി കഴിഞ്ഞപ്പോൾ കുറേ ചമ്മലുണ്ടായിരുന്നേ, അതങ്ങോട്ട് തീയിട്ടെടുത്തു കേട്ടോ. അങ്ങനെ ചമ്മൽ മാത്രം പെട്ടെന്ന് അടിച്ചാരി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ അത് അങ്ങോട്ട് തീയിട്ടതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ അലക്കിയത് നമ്മൾ നന്നായിട്ട് വാഷിംഗ് മെഷീനിലിട്ട് ഉണക്കിയിട്ടുണ്ട് കേട്ടോ. ഉണക്കി കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് മുറ്റത്തേക്ക് ഇടാണ്. ഇവിടെ നല്ലപോലെ വെയിലുണ്ട് കേട്ടോ. പുല്ലൊക്കെ ഇവിടെ ചെത്തിയോണ്ട് തന്നെ നല്ലപോലെ നമുക്ക് എന്താ പറയുക, അലക്കാനുള്ളതൊക്കെ ഇടാൻ പേടിയൊന്നുമില്ല കേട്ടോ. ആദ്യമൊക്കെ പുല്ല് നല്ലപോലെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഇവിടെ അലക്കിയിടാൻ ഭയങ്കര പേടി, എന്തെങ്കിലും ജന്തുക്കൾ കയറി പോകുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നേ. ഇപ്പം അങ്ങനെയൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളെ കാവത്ത് ഉണ്ടായിരുന്നു കേട്ടോ കളിച്ച് കൊണ്ടുവന്നത്. ഇന്ന് നമ്മൾ തറവാട്ടിലിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോയിൽ നിങ്ങൾക്കറിയാം, പണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കാവത്ത് ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടോ. അപ്പോൾ കാവത്ത് കളിക്കുന്ന ടൈമായപ്പോൾ ഞാൻ പോയിട്ട് കളിച്ച് കൊണ്ടുവന്നതാണ്. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊന്ന് ജസ്റ്റ് പുഴുങ്ങിയെടുത്തിട്ട് മുളകും ഉപ്പൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതും കൂട്ടിയിട്ട് കഴിച്ച് കുറേ മുന്നേ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഞങ്ങളെല്ലാവരും കൂടി അയൽവാസികൾ മൊത്തം ഒരു ചായ സൽക്കാരം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിഭവത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇറച്ചി കേക്ക് എന്നാണ്, പക്ഷേ ഞാൻ ചിക്കൻ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു റെസിപ്പി ആർക്കെങ്കിലും എന്താ പറയുക ഉണ്ടാക്കാൻ ഇഷ്ടമാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. അങ്ങനെ ഇതൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ പച്ചമുളക് ഇട്ട് നമ്മളെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 2-3 സവാള എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് ഈ ഒരു ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെ ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഉള്ളി നല്ലപോലെ ഒന്ന് വഴറ്റി കിട്ടണം കേട്ടോ. ഇനി ഇതിലേക്ക് മസാലപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും അതേപോലെ കുറച്ച് ഗരം മസാല ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും ചിക്കൻ മസാല അല്ലെങ്കിൽ ഇറച്ചി മസാല ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ അതൊക്കെ
ഇതിലേക്ക് ചേർത്ത് ലാസ്റ്റ് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെങ്ങാണ്ട് വെച്ചാൽ മതി കേട്ടോ. പെട്ടെന്നൊക്കെ നമുക്ക് ഗോതമ്പ് പൊടിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. ചട്ടിപ്പത്തിരി പോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു എന്താ പറയുക കേക്കും കൂടിയാണ് കേട്ടോ. ഇനി ചിക്കൻ ഉണ്ടായിരുന്നു മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ട് വേവിച്ചെടുത്തത്, അത് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഈ ഒരു ഉള്ളിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കി വെക്കുകയാണ് കേട്ടോ. ഒന്ന് ചൂടാറുമ്പോഴേക്ക് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു കപ്പിന് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലാണ് കേട്ടോ ചേർക്കുന്നത്. സാധാ പാലാണ് ചേർത്തിട്ടുള്ളത്, പാക്കറ്റ് പാൽ കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 4 കോഴിമുട്ട കൂടി ആവശ്യമായിട്ടുണ്ട്. അതും കൂടി ഒന്ന് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു കോഴിമുട്ടയൊക്കെ നമ്മളെ വീട്ടിലും ഗോതമ്പ് പൊടി എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഉണ്ടാവുന്ന സമയത്തൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ 4 കോഴിമുട്ടയും കൂടി പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഉണ്ടല്ലോ, അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടിയും അതേപോലെ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക. ആദ്യം നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് രണ്ടും കൂടി ഒരുമിച്ചാവാൻ വേണ്ടിയിട്ട് കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഉപ്പിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് പാകം പോലെ എടുത്താൽ മതി. ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരു 5 മിനിറ്റോളം നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഇതേപോലത്തെ ഒരു ബാറ്റർ കിട്ടും കേട്ടോ. അങ്ങനെ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ നമ്മൾ എടുത്തിട്ടുള്ള ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നേ, അതൊക്കെ ഒന്ന് അതിൻ്റേതായ സ്ഥാനത്തൊന്ന് കേകി വെച്ചാൽ ആ ഒരു പണിയും കഴിയുകയും ചെയ്യും. പിന്നെ ഇതാ നമ്മൾ ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് പണ്ട് ചെറിയ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. ഇതെനിക്ക് കേക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു എന്താ പറയുക പാനാണ് കേട്ടോ. അങ്ങനെ ഈ പാനിലേക്ക് കുറച്ച് നെയ്യാക്കിയിട്ട് നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ബാറ്റർ ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് അതിൻ്റെ അടിഭാഗം നല്ലപോലെ ഒന്ന് കുക്കായി വരുന്ന ടൈം മുകൾ ഭാഗം കുക്കായിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോഴേക്കും നമ്മൾ നേരത്തെ നന്നായിട്ട് ഉള്ളിലേക്ക് വഴറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് മൊത്തമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ലാസ്റ്റ് മല്ലിച്ചപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, കറിവേപ്പിലയും കൂടി കേട്ടോ. അപ്പോൾ അത് മറക്കരുത്, സ്കിപ്പ് ചെയ്യരുത്. അങ്ങനെ അത് ചേർത്ത് ലാസ്റ്റുള്ള ബാക്കി വരുന്ന ബാറ്ററും കൂടി വെച്ചിട്ട് ഇതേ രീതിയിലൊന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമ്മളൊരു 20 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇടയ്ക്കൊന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ, ഇതിൻ്റെ ഉള്ളൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ടോ എന്നുള്ളത്. അങ്ങനെ ഇതാ നല്ലപോലെ തന്നെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിട്ടിട്ട് അതിൻ്റെ മുകൾ വശം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ. ഇതാ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഇറച്ചി കേക്കാണ് കേട്ടോ. ഇതുണ്ടാക്കിയിട്ട് മോളെ നഴ്സറിയിൽ നിന്ന് കൂട്ടിയിട്ട് നമ്മൾ നേരെ ചായ സൽക്കാരത്തിന് പോവാണ് കേട്ടോ. ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടി നെബേഴ്സ് ചേർന്നിട്ട് ഉണ്ടാക്കുന്ന ഒരു ചായ സൽക്കാരമാണ് കേട്ടോ. അങ്ങനെ നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും ഓരോരോ വിഭവങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ കൂടെ ഞങ്ങളെ മക്കളും ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിരുന്നേ. ഇടയ്ക്കൊക്കെ ഇതുപോലെ കൂടുമ്പോഴാണ് നമ്മുടെ ആ ഒരു സൗഹൃദം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.